2023 മെയ് മാസത്തിൽ ആന്ധ്രാപ്രദേശിൽ നിന്നുമുള്ള ബോച്ച ശങ്കർ എന്നു പേരുള്ള എക്സ് നേവി സർവീസ്മാൻ ഒരു ജോലി ആവശ്യത്തിനായി ട്രാവൽ വിസയിൽ വിദേശത്തേക്ക് പോകുന്നു. ഒരുപാട് പ്രതീക്ഷകളുമായി വിദേശത്തെത്തിയ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് പീഡനങ്ങളും നിരാശകളും മാത്രമായിരുന്നു. വിദേശത്തെത്തിയ ബോച്ച ശങ്കറിനെ കുറച്ചുപേർ ഒരു ഇരുട്ടുമുറിയിൽ ഭക്ഷണവും വെള്ളവുമില്ലാതെ അടച്ചിടുന്നു. തന്റെ ആഗ്രഹങ്ങളെല്ലാം തിരുത്തി എങ്ങനെയെങ്കിലും തിരിച്ച് വീട്ടിലെത്തിയാൽ മാത്രം മതിയെന്ന ഘട്ടത്തിൽ ആ ഇരുട്ടുമുറിയുടെ ജനാലിയിലൂടെ പുറത്തേക്ക് നോക്കിയ ബോച്ച ശങ്കർ കണ്ടത് തോക്കുകളുമായി കാവൽ നിൽക്കുന്ന സെക്യൂരിറ്റികളെ മാത്രമാണ്. ബോച്ച ശങ്കർ എങ്ങനെ അവിടെ എത്തിയെന്നും അവിടെ നിന്നും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന അനുഭവങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ. വെൽക്കം ബാക്ക്. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം സ്വദേശിയായ ബോച്ച ശങ്കർ 2018 ഇന്ത്യൻ നേവിയിൽ നിന്നും 15 വർഷത്തെ സേവനം പൂർത്തിയാക്കി റിട്ടയർ ചെയ്ത് തന്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചെത്തുന്നു. ഭാര്യയും ഒരു ആൺകുഞ്ഞുമുള്ള ഒരു ചെറിയ കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ചു വളർന്ന അദ്ദേഹത്തിന് ഒത്തിരി സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സർവീസിലിരിക്കുമ്പോൾ കിട്ടിയിരുന്ന മുഴുവൻ പണവും തന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യതകൾ തീർക്കാൻ വേണ്ടി മാത്രം അദ്ദേഹം ചിലവഴിച്ചു. ഒടുവിൽ വിരമിച്ച് നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ ശങ്കറിന്റെ കയ്യിൽ കാര്യമായ സേവിങ്സ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നാട്ടിൽ തിരിച്ചെത്തിയ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ശങ്കർ മറ്റു ജോലികൾക്കായി ശ്രമം തുടങ്ങി. സാധാരണയായി സർവീസിൽ നിന്നും വിരമിച്ച ആളുകൾ ചെയ്യാറുള്ള ജോലിക്കായി അദ്ദേഹം ശ്രമം നടത്തിയെങ്കിലും അവിടെ നിന്നൊന്നും വേഗത്തിൽ ജോലി കിട്ടില്ല എന്ന് ബോച്ച ശങ്കറിന് മനസ്സിലായി. ഇതിനെ തുടർന്ന് അദ്ദേഹം തന്റെ ഗ്രാമത്തിനകത്ത് തന്നെ എന്തെങ്കിലും ചെറിയ ജോലി ലഭിക്കുമോ എന്ന് അന്വേഷിച്ചു നടക്കുന്നു. ഒരു ജോലിയും ലഭിക്കാതായപ്പോൾ ശങ്കർ ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സിന് ജോയിൻ ചെയ്യുന്നു. ആ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ജോലിക്കായി ശ്രമം നടത്തിയെങ്കിലും വർക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറഞ്ഞ് പല സ്ഥാപനങ്ങളും ബോച്ച ശങ്കറിന്റെ അപേക്ഷ റിജക്ട് ചെയ്യുന്നു. അപ്പോഴും അദ്ദേഹം പ്രതീക്ഷ കൈവിടാതെ ജോലി അന്വേഷിച്ച് പല സ്ഥലങ്ങളിലും കയറിയിറങ്ങി. അങ്ങനെ വിദേശത്തേക്ക് വർക്കേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു ഏജന്റിനെ ബോച്ച ശങ്കർ കോണ്ടാക്ട് ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: പോളണ്ടിൽ താങ്കൾക്ക് പറ്റിയ ഒരു ജോലിയുണ്ട്. മാസം 1 ലക്ഷമായിരിക്കും സാലറി. പക്ഷേ ഈ ജോലി കിട്ടണമെങ്കിൽ വിസ പ്രോസസിംഗ്, ഏജൻസി ഫീസ് ഉൾപ്പെടെ 6 ലക്ഷം രൂപ ആദ്യം തന്നെ ഏൽപ്പിക്കണമെന്നായിരുന്നു. ജോലി കിട്ടി 1 വർഷത്തിനുള്ളിൽ തന്നെ കടം തീർക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ അദ്ദേഹം ആ പണം കൊടുക്കാൻ തയ്യാറായി. അതിനുവേണ്ടി കൈവശമുണ്ടായിരുന്ന അവസാനത്തെ സേവിങ്സും കുറച്ചുപേരോട് കടം വാങ്ങിച്ചതുമെല്ലാം ചേർത്ത് 6 ലക്ഷം രൂപ അദ്ദേഹം ഏജന്റിനെ ഏൽപ്പിക്കുന്നു. പണം കൈമാറിയതിനു ശേഷം പോളണ്ട് വിസയ്ക്ക് വേണ്ടി അദ്ദേഹം ആഴ്ചകളും മാസങ്ങളും കാത്തിരുന്നു. എന്നാൽ ആ ഏജന്റ് പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും വിസ വരാതിരുന്നതുകൊണ്ട് അദ്ദേഹം ആ ഏജന്റിനെ കാണാൻ നേരിട്ട് പോകുന്നു. അതിനോടകം അയാൾ തന്റെ ഫോണെല്ലാം സ്വിച്ച് ഓഫ് ചെയ്ത് എങ്ങോട്ടോ കടന്നു കളഞ്ഞിരുന്നു. താൻ വഞ്ചിക്കപ്പെട്ടു എന്ന് ശങ്കറിന് മനസ്സിലായി. ജോലി കിട്ടിയില്ല എന്ന് മാത്രമല്ല, തന്റെ കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ തുകയും നഷ്ടമാവുകയും കടക്കാരനാവുകയും ചെയ്തു. ദിവസങ്ങൾ വീണ്ടും കഴിഞ്ഞു പോയിക്കൊണ്ടേയിരുന്നു. അപ്പോഴും അദ്ദേഹം ജോലി അന്വേഷിച്ചു കൊണ്ടേയിരുന്നു. ഇങ്ങനെ ജോലി തേടുന്നതിന്റെ ഭാഗമായി ശങ്കർ തന്റെ അകന്ന ബന്ധുവായ തിരുമല എന്നയാളോട് സഹായം ആവശ്യപ്പെടുന്നു. പോളണ്ടിൽ ജോലി വാഗ്ദാനം ചെയ്ത് കാശ് നഷ്ടപ്പെട്ടതടക്കം എല്ലാ കാര്യങ്ങളും ശങ്കർ തിരുമലയോട് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തിരുമല ശങ്കറിനെ ഫോൺ ചെയ്ത് സിംഗപ്പൂരിൽ ഫയർ ആൻഡ് സേഫ്റ്റിക്കും ഡാറ്റ എൻട്രിക്കും മറ്റും ജോലി ഒഴിവുകളുണ്ടെന്നും അതിലൊരു വേക്കൻസി താങ്കൾക്ക് ശരിയാക്കി തരാമെന്നും പറയുന്നു. പക്ഷേ ജോലി ലഭിക്കണമെങ്കിൽ 3 ലക്ഷം രൂപ ആദ്യമേ തന്നെ അവർക്ക് കൊടുക്കേണ്ടതായി വരും. ശങ്കർ കൂടുതലായൊന്നും ആലോചിച്ചില്ല. കാരണം തിരുമല തന്റെ ബന്ധുവാണ്. പോരാത്തതിന് താൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ അവനറിയാം. അങ്ങനെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ബോച്ച ശങ്കർ തന്റെ ഭാര്യയുടെ സ്വർണ്ണാഭരണങ്ങൾ വിറ്റുകിട്ടിയ പണമായ 3 ലക്ഷം രൂപ തിരുമലയെ ഏൽപ്പിക്കുന്നു. 1 മാസത്തിനു ശേഷം ശങ്കറിന് വിദേശത്തേക്ക് പോവാനുള്ള ടിക്കറ്റ് ലഭിക്കുന്നു. പക്ഷേ ആ ടിക്കറ്റ് സിംഗപ്പൂരിലേക്കായിരുന്നില്ല, ബാങ്കോക്കിലേക്കായിരുന്നു. ഇതിനെപ്പറ്റി തിരുമല പറഞ്ഞത് ശങ്കറിനെയും കാത്ത് ബാങ്കോക്കിൽ ഒരു ഏജന്റ് ഉണ്ടാവും. അയാൾ ബാങ്കോക്കിൽ നിന്നും സിംഗപ്പൂരിലേക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് നൽകുമെന്നാണ്. അങ്ങനെ 2023 മെയ് മാസത്തിൽ ശങ്കർ ആന്ധ്രാപ്രദേശിൽ നിന്നും ബാങ്കോക്കിലേക്ക് ഫ്ലൈറ്റ് കയറുന്നു. അങ്ങനെ തിരുമല പറഞ്ഞതുപോലെ തന്നെ ബാങ്കോക്ക് എയർപോർട്ടിൽ വെച്ച് മറ്റൊരു ഏജന്റ് ശങ്കറിന് ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുക്കുന്നു. ആ ടിക്കറ്റ് കണ്ട് അദ്ദേഹം ശരിക്കും ഷോക്കാവുന്നു. കാരണം അതിലെ ഡെസ്റ്റിനേഷൻ പോയിന്റായി കാണിച്ചിരിക്കുന്നത് കംബോഡിയയിലെ എയർപോർട്ടായിരുന്നു. ഉടനെ തന്നെ ശങ്കർ തിരുമലയെ ഫോൺ ചെയ്ത് കാര്യം അന്വേഷിക്കുന്നു. അപ്പോൾ തിരുമല പറഞ്ഞത് സിംഗപ്പൂരിലെ അതേ കമ്പനി തന്നെയാണ് കംബോഡിയയിലുമുള്ളതെന്നും താനും അവിടെ ജോലി ചെയ്തിട്ടുണ്ട് എന്നും ധൈര്യമായി ആ ഏജന്റിന്റെ കൂടെ പൊയ്ക്കോളൂ എന്നുമാണ്. ശങ്കറിന് പേടിയും സംശയങ്ങളുമെല്ലാം തോന്നിയെങ്കിലും തിരുമലയുടെ വാക്ക് വിശ്വസിച്ച് അദ്ദേഹം ആ ഏജന്റിന്റെ കൂടെ കംബോഡിയയിലേക്കുള്ള ഫ്ലൈറ്റ് കയറുന്നു. കംബോഡിയയിൽ ഫ്ലൈറ്റ് ഇറങ്ങിയ ശങ്കറിനെ ആ ഏജന്റ് ടാക്സിയിൽ കയറ്റി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു.
അവരെത്തിയ സ്ഥലത്ത് വലിയ വലിയ ബിൽഡിങ്ങുകളും ഓഫീസുകളും ഉണ്ടായിരുന്നു. അവിടെയുള്ള കുറച്ച് ഓഫീസുകളിൽ ഇന്റർവ്യൂ നടക്കുന്നുണ്ടെന്ന് ശങ്കറിന് മനസ്സിലായി. അവിടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ആളുകളുടെ വലിയ ക്യൂ തന്നെയുണ്ടായിരുന്നു. ജോലിക്കായി അവിടെ വന്നിരിക്കുന്നവരിൽ അധികം ആളുകളും ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആളുകളായിരുന്നു. ശങ്കറും അവരുടെ കൂടെ കൂടി 2-3 ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തുവെങ്കിലും അതിലൊന്നിൽ പോലും അദ്ദേഹം സെലക്ട് ആയില്ല. അടുത്ത ദിവസം നടന്ന ഇന്റർവ്യൂകളും ശങ്കർ അറ്റൻഡ് ചെയ്യുന്നു. അതിലൊന്നിൽ അദ്ദേഹം സെലക്ട് ചെയ്യപ്പെട്ടു. ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ശങ്കറിനോട് പാസ്പോർട്ട് ഓഫീസിൽ ഏൽപ്പിക്കാൻ ആവശ്യപ്പെടുന്നു. ജോലി കിട്ടിയ സന്തോഷത്തിൽ മറ്റൊന്നും ആലോചിക്കാതെ അദ്ദേഹം പാസ്പോർട്ട് അവിടെ ഏൽപ്പിച്ചതിനു ശേഷമാണ് ജോലിയെപ്പറ്റി വിശദമായി അന്വേഷിക്കുന്നത്. എന്നാൽ അദ്ദേഹം ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു മോശം ജോലിയാണ് ലഭിച്ചിരിക്കുന്നത്. ആ ഓഫീസിൽ നിരവധി ആളുകൾ ഇതേ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ ജോലി ഇങ്ങനെയാണ്: ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയകളിൽ ലേഡീസിന്റെ ഫോട്ടോകൾ വെച്ച് നിരവധി ഫേക്ക് അക്കൗണ്ടുകൾ തുടങ്ങുക. അതിനുശേഷം ആ ഫേക്ക് ഐഡന്റിറ്റി ഉപയോഗിച്ച് പല രാജ്യങ്ങളിലുള്ള പുരുഷന്മാരുമായി ചാറ്റ് ചെയ്ത് അവരുടെ വിശ്വാസം പിടിച്ചുപറ്റിയതിനു ശേഷം പല രീതിയിൽ അവരെ പറ്റിച്ചും ബ്ലാക്ക്മെയിൽ ചെയ്തും അവരുടെ കയ്യിൽ നിന്നും പണം കൈക്കലാക്കുക. ഇതാണ് ജോലി. ബോച്ച ശങ്കറിനെ പോലെ നേവിയിൽ നിന്നും വിരമിച്ച ഒരാൾക്ക് ഇതുപോലുള്ള സ്കാമിന് ഒരിക്കലും കൂട്ടുനിൽക്കാൻ സാധിക്കുമായിരുന്നില്ല. തനിക്ക് ജോലി ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി. ഉടനെ തന്നെ അവിടേക്ക് കുറച്ച് സെക്യൂരിറ്റി ജീവനക്കാർ വന്ന് ശങ്കറിനെ പിടിച്ചുകൊണ്ടുപോയി ഒരു ഇരുട്ടുമുറിയിൽ അടയ്ക്കുന്നു. എതിർക്കാൻ ശ്രമിച്ചപ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരെല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ മണിക്കൂറുകളോളം മർദ്ദിക്കുന്നു. ആ ഇരുട്ടുമുറിയിൽ ഭക്ഷണം പോലുമില്ലാതെ സെക്യൂരിറ്റി ജീവനക്കാരുടെ പീഡനങ്ങൾ സഹിച്ച് ദിവസങ്ങളോളം അദ്ദേഹത്തിന് കിടക്കേണ്ടതായി വന്നു. ആ ഇരുട്ടുമുറിയുടെ പുറത്ത് ആളുകൾ തോക്കുകളും പിടിച്ച് കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. വലിയൊരു സ്കാമാണ് അവിടെ നടക്കുന്നത് എന്ന് ശങ്കറിന് മനസ്സിലായി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ആ കമ്പനിയുടെ ഓണറായിരുന്ന ഒരു ചൈനക്കാരൻ ശങ്കറിനെ കാണാനെത്തി. തനിക്കിവിടെ ജോലി ചെയ്യാൻ സാധിക്കില്ല എന്നും തിരിച്ച് ഇന്ത്യയിലേക്ക് പോകണമെന്നും ശങ്കർ അയാളോട് പറഞ്ഞു. ഇത് കേട്ട് ആ ചൈനക്കാരൻ പറഞ്ഞത് ശങ്കറിനെ ഒരു ഏജന്റ് 2.5 ലക്ഷം രൂപയ്ക്ക് അയാൾക്ക് വിറ്റു എന്നാണ്. അതുകൊണ്ട് 4 ലക്ഷം രൂപയെങ്കിലും തന്നാൽ മാത്രമേ ഇനി തന്നെ ഇന്ത്യയിലേക്ക് വിടുകയുള്ളൂ എന്നും അയാൾ പറയുന്നു. ഇത് കേട്ടതോടെയാണ് ശങ്കറിന് കാര്യങ്ങളെല്ലാം വ്യക്തമാവുന്നത്. തിരുമലയുൾപ്പെടെയുള്ള ഏജന്റുകളെല്ലാവരും ചേർന്ന് തന്റെ കയ്യിൽ നിന്നും 3 ലക്ഷം വാങ്ങിച്ചതിനു ശേഷം ഈ കമ്പനിയിൽ നിന്നും 2.5 ലക്ഷം രൂപ കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അതായത് ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നവരെക്കാൾ കൂടുതൽ ലാഭമുണ്ടാക്കുന്നത് അവിടേക്ക് ആളുകളെ സപ്ലൈ ചെയ്യുന്ന ഏജന്റുമാരാണ്. കയ്യിൽ പാസ്പോർട്ടില്ലാതെ അവിടെ നിന്നും രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്ന് ശങ്കറിന് മനസ്സിലായി. അദ്ദേഹത്തിന്റെ മുന്നിൽ മറ്റു വഴികളൊന്നും തന്നെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തൽക്കാലത്തേക്ക് അവിടെയുള്ള ആളുകളുമായി സഹകരിച്ച് ജോലി ചെയ്യാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. അങ്ങനെ അദ്ദേഹവും ആ സ്കാമിന്റെ ഭാഗമാവാൻ തുടങ്ങി. ബോച്ച ശങ്കറിനെ പോലെ തന്നെ 5000-ന് മുകളിൽ ആളുകൾ ഇതുപോലെ അവിടെയുള്ള ഓഫീസുകളിൽ ജോലി ചെയ്യുന്നുണ്ട്. അതിലധികവും ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ ആളുകളാണ്. ഇതിലെ എല്ലാവരെയും അവരവരുടെ രാജ്യങ്ങളിലെ ഏജന്റുമാർ ക്യാഷ് വാങ്ങിച്ച് ഈ കമ്പനിയിലേക്ക് വിറ്റിരിക്കുകയാണ്. ഇത്രയും വലിയൊരു സ്കാം നടക്കുന്ന സ്ഥാപനത്തെപ്പറ്റി ആ രാജ്യത്തെ ഗവൺമെന്റിന് അറിയാതിരിക്കാൻ വഴിയില്ല. ഒരുപക്ഷെ ഗവൺമെന്റിന്റെ ഇൻഡയറക്റ്റ് സപ്പോർട്ട് കൂടി അവർക്കുണ്ടായിരിക്കും. ആ ഓഫീസുകളിലെ 5000-തോളം ആളുകളും അവിടെ നിന്നും രക്ഷപ്പെടാൻ വഴിയില്ലാതെയാണ് ജോലി ചെയ്യാൻ നിർബന്ധിതരായിരിക്കുന്നത്. ജോലിക്ക് സാലറി കിട്ടുകയില്ല എന്ന് മാത്രമല്ല, വിശപ്പ് മാറ്റാനുള്ള വളരെ കുറച്ച് ഭക്ഷണം മാത്രമേ അവർക്ക് നൽകുകയുമുള്ളൂ. ഒരാൾക്ക് പോലും ഓഫീസിന് പുറത്തു പോവാൻ അനുവാദമുണ്ടായിരുന്നില്ല. ഇതിനു പുറമെ എന്തെങ്കിലും ചെറിയ തെറ്റുകൾ ചെയ്താൽ പോലും അവർക്ക് നല്ല രീതിയിലുള്ള ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും. ഇവരുടെ പിടിയിൽ നിന്നും ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്ന് തിരിച്ചറിയുമ്പോഴായിരിക്കും ആളുകൾ ഈ സ്കാമിനെല്ലാം കൂട്ടുനിൽക്കുന്നത്. അങ്ങനെ ഇവർ ജോലി ചെയ്ത് ഇവരുടെ ചാറ്റിംഗ് ട്രാപ്പിൽ ആരെങ്കിലും വീണാൽ ഉടൻ തന്നെ അവർക്ക് പകരം അവരുടെ ടീം ലീഡറായിരിക്കും തുടർന്നുള്ള ചാറ്റിംഗ് എല്ലാം ചെയ്യുന്നത്. ചിലപ്പോഴൊക്കെ ആളുകൾക്ക് ഇതൊരു ഫേക്ക് അക്കൗണ്ടാണെന്ന് തോന്നാറുണ്ട്. പക്ഷേ അവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രം വോയിസ് കോളോ വീഡിയോ കോളോ ചെയ്യാൻ വേണ്ടി ലേഡി സ്റ്റാഫുകളും അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ആളുകൾ ഈ സ്ത്രീകളോട് ഫോണിൽ സംസാരിച്ചതിനു ശേഷം അവരുടെ സംശയങ്ങളെല്ലാം മാറിയതിനു ശേഷമായിരിക്കും മുഴുവനായും ഇവരുടെ ട്രാപ്പിൽ അകപ്പെടുന്നത്. നിരവധി ആളുകൾ ഇവരുടെ ട്രാപ്പിൽപ്പെട്ട് പണം നഷ്ടമാക്കിയിട്ടുണ്ട്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. പതിയെ പതിയെ ബോച്ച ശങ്കറും നിരവധി ആളുകളെ ട്രാപ്പിലാക്കി. ഈ ആവശ്യത്തിനായി ഇവർക്ക് നിരവധി സ്മാർട്ട് ഫോണുകൾ കൊടുത്തിരുന്നു. ഒരു ദിവസം ശങ്കർ ആ ഫോണുകളിലൊന്നുപയോഗിച്ച് വാഷ്റൂമിൽ കയറി കംബോഡിയയിലെ ഇന്ത്യൻ എംബസിയിലേക്ക് വിളിക്കാൻ ഒരു ശ്രമം നടത്തി. പക്ഷേ അത് സെക്യൂരിറ്റി ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതോടെ അവർ വീണ്ടും ശങ്കറിനെ തടവിലാക്കുന്നു. പിന്നീടുള്ള കുറെ ദിവസങ്ങൾ കൊടിയ പീഡനങ്ങളാണ് ശങ്കർ അനുഭവിച്ചത്. അതിനുശേഷം അദ്ദേഹത്തെ വീണ്ടും ഓഫീസിലേക്ക് എത്തിച്ച് ആ സ്കാം തുടരാൻ ആവശ്യപ്പെടുന്നു. 1 വർഷത്തോളം ശങ്കർ ഇതേ രീതി തന്നെ തുടർന്നു. ഇതിനിടയിൽ ഒരു ദിവസം ശങ്കറിന് വീട്ടിലേക്ക് വിളിക്കാൻ അവസരം ലഭിച്ചിരുന്നു. അന്ന് അദ്ദേഹം എല്ലാ കാര്യങ്ങളും ഭാര്യയെ അറിയിക്കുന്നു.
ഇതേ തുടർന്ന് ഭാര്യ തിരുമലയെ ബന്ധപ്പെടാൻ ശ്രമം നടത്തിയെങ്കിലും അത് നടന്നില്ല. തിരുമലയെ കൂടാതെ രാജേഷ് എന്ന മറ്റൊരു ഏജന്റിനു കൂടി ബോച്ച ശങ്കറിനെ കയറ്റിവിട്ടതിൽ പങ്കുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയ ശങ്കറിന്റെ ഭാര്യ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു. ഇതേ തുടർന്ന് ശങ്കറും തിരുമലയും പിടിയിലായെങ്കിലും പോലീസ് ആ കേസ് ഒത്തുതീർപ്പാക്കാനാണ് ശ്രമം നടത്തിയത്. ഇതോടെ ബോച്ച ശങ്കറിന്റെ ഭാര്യയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. പോലീസിനെയും അവർ വിലക്കെടുത്തിരിക്കുന്നു. എന്നാൽ ഇതുകൊണ്ടൊന്നും അവർ പിന്മാറിയില്ല. അവർ നിരന്തരം പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങുകയും ഉന്നതാധികാരികളെ വിവരമറിയിക്കാനുള്ള ശ്രമം തുടങ്ങുന്നു. കാര്യങ്ങൾ കൂടുതൽ വഷളാവാൻ തുടങ്ങിയതോടെ രാജേഷും തിരുമലയും ഇടപെട്ട് ശങ്കറിന്റെ കാര്യം ഒത്തുതീർപ്പാക്കാൻ തീരുമാനിക്കുന്നു. കാരണം ഈ ന്യൂസ് പുറത്തായാൽ ശങ്കറിനെ പോലെ തന്നെ തട്ടിപ്പിനിരയായ മറ്റുള്ള ആളുകളുടെയും ന്യൂസ് പുറത്തറിയുമെന്ന് അവർ പേടിച്ചിരുന്നു. ഇതോടെ രാജേഷ് ശങ്കറിന്റെ കുടുംബത്തെ ബന്ധപ്പെടുകയും അദ്ദേഹം നൽകിയ 2.5 ലക്ഷം രൂപ അവർക്ക് കൈമാറുകയും ചെയ്യുന്നു. അതുകൂടാതെ കംബോഡിയയിലെ ആ കമ്പനിയുമായി ബന്ധപ്പെട്ട് ബോച്ച ശങ്കറിനെ റിലീസ് ചെയ്യാനുള്ള നടപടികളും അവർ ആരംഭിച്ചു. പക്ഷേ ശങ്കറിനെ തിരിച്ചയക്കണമെങ്കിൽ 4 ലക്ഷം രൂപ എന്തായാലും തരണമെന്ന തീരുമാനത്തിൽ കമ്പനി ഉറച്ചുനിന്നു. ഇതോടെ ആ തുക കൊടുക്കാൻ ബോച്ച ശങ്കറിന്റെ കുടുംബം തയ്യാറായി. കുടുംബത്തിന് രാജേഷ് കൊടുത്ത 2.5 ലക്ഷം രൂപ ചേർത്ത് മൊത്തം 4 ലക്ഷം രൂപ ഏജന്റ് രാജേഷ് മുഖേന തന്നെ കമ്പനിയിലേക്ക് കൊടുത്തതിനു ശേഷമാണ് അവർ ബോച്ച ശങ്കറിനെ റിലീസ് ചെയ്തത്. അങ്ങനെ 2024 ബോച്ച ശങ്കർ തന്റെ ജന്മനാടായ വിശാഖപട്ടണത്തിൽ തിരിച്ചെത്തി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ശങ്കറിന്റെ ചിന്ത മുഴുവൻ തന്നെ പോലെ പറ്റിക്കപ്പെട്ട് ഇതുപോലെയുള്ള കമ്പനികളിൽ പെട്ടുകിടക്കുന്ന ആളുകളെ കുറിച്ചായിരുന്നു. അദ്ദേഹം പലതവണ പോലീസുകാരോട് ഇതിനെക്കുറിച്ച് കംപ്ലൈന്റ് ചെയ്തുവെങ്കിലും പോലീസിന്റെ ഭാഗത്തു നിന്നും കാര്യമായൊരു സപ്പോർട്ടും ഉണ്ടായില്ല. ആ സമയത്താണ് ആന്ധ്രാപ്രദേശിലെ സ്പന്ദന എന്ന ഗവൺമെന്റ് വെബ്സൈറ്റിനെ കുറിച്ച് ബോച്ച ശങ്കറിന് അറിയാൻ സാധിച്ചത്. ഇതുപോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി ആന്ധ്ര ഗവൺമെന്റ് രൂപീകരിച്ച വെബ്സൈറ്റ് ആയിരുന്നു സ്പന്ദന. ആ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ച് ബോച്ച ശങ്കർ കംബോഡിയയിലെ കമ്പനിയെക്കുറിച്ചും അതുപോലെ അവിടേക്ക് ആളുകളെ സപ്ലൈ ചെയ്യുന്ന ഇല്ലീഗൽ ഏജന്റുമാരെ കുറിച്ചുമെല്ലാം ശങ്കർ ഡീറ്റെയിൽ ആയി പറഞ്ഞു കൊടുക്കുന്നു. കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ ആന്ധ്ര ഗവൺമെന്റ് ഉടൻ തന്നെ ബോച്ച ശങ്കറിനെ നേരിൽ കണ്ട് വിശദമായി എല്ലാ കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കുന്നു. അതിനുശേഷം ആന്ധ്രയിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോകുന്ന ആളുകളുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുകയും അവർ പോകുന്ന കമ്പനികൾ ഫേക്ക് അല്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. ഗവൺമെന്റ് ഇടപെട്ടതോടെ പോലീസ് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ ആന്ധ്രയിലെ ഫേക്ക് ഏജൻസിനെയെല്ലാം അറസ്റ്റ് ചെയ്തു. ഇതിനെ തുടർന്ന് കേന്ദ്ര ഗവൺമെന്റും ഈ വിഷയത്തിൽ ഇടപെടുന്നു. കേന്ദ്ര ഗവൺമെന്റ് കംബോഡിയൻ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദീകരണം ചോദിക്കുന്നു. ഇതേ സമയം ബോച്ച ശങ്കറിന്റെ കൂടെ കംബോഡിയയിലെ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഒരാൾ അവിടെയുള്ള ഇന്ത്യൻ എംബസിയിലേക്ക് അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പീഡനങ്ങളെക്കുറിച്ച് ഒരു മെയിൽ അയക്കുന്നു. ഇന്ത്യൻ എംബസിക്ക് ആ കമ്പനിയുടെ ലൊക്കേഷൻ ലഭിച്ചതോടെ ആ വിവരം കംബോഡിയൻ ഗവൺമെന്റിന് കൈമാറുന്നു. ഇതോടെ കാര്യങ്ങൾ വേഗത്തിലായി. കംബോഡിയയിൽ കുടുങ്ങിക്കിടക്കുന്ന എല്ലാ ആളുകളെയും രക്ഷിക്കുന്നതിനായി കംബോഡിയൻ ആർമി രംഗത്തിറങ്ങുന്നു. ഒരു ദിവസം അർദ്ധരാത്രിയിൽ ആ കമ്പനിയിലേക്ക് ഇരച്ചെത്തിയ ആർമി സംഘം 5000-ഓളം പേരെ അവിടെ നിന്നും രക്ഷപ്പെടുത്തുന്നു. അതിനുശേഷം കമ്പനിയുടെ ഉടമയായ ചൈനീസ് ഓണറിനെയും അറസ്റ്റ് ചെയ്യുന്നു. തുടർന്ന് ആഴ്ചകൾ കൊണ്ട് തന്നെ ആ 5000 ആളുകളെയും അവരവരുടെ നാടുകളിലേക്ക് തിരിച്ചയക്കുന്നു. ഇന്ത്യയിൽ നിന്നുമുള്ള റിട്ടയർഡ് നേവി ഉദ്യോഗസ്ഥൻ ബോച്ച ശങ്കർ കൃത്യമായ ഇടപെടൽ നടത്തിയതുകൊണ്ട് മാത്രമാണ് ഇത്രയും ആളുകൾ രക്ഷപ്പെട്ടത്. എന്താണ് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ. ഇൻട്രസ്റ്റിംഗ് ആയ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.